هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. لا يحب الله الجهر بالسوء من القول إلا من ظلم وكان الله سميعا عليما. പ്രിയമുള്ള വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും തഖ്വയോടും കൂടി ജീവിക്കണമെന്ന് അതിന്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി എവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി ലോകത്തോട് വിട പറയുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു നിസായിലെ 148 വചനമാണ് ആമുഖമായി ഞാൻ ഓതി കേൾപ്പിച്ചത്. ആ ആയത്തിന്റെ പശ്ചാത്തലവും ആ ആയത്ത് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വലിയ ഗൗരവപരമായ ചില സന്ദേശങ്ങളും നമ്മുടെയൊക്കെ പൊതുജീവിതത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. നമുക്ക് ഏറെ പരിചയമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിന്റെ ധാർമ്മിക നിലവാരം എവിടെയാണ് എന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയകളും പത്രമാസികകളും ഒക്കെ പരിശോധിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും. പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക മതരംഗത്തു പോലും പ്രവർത്തിക്കുന്ന നമ്മുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ് എന്നൊക്കെ നമ്മൾ കാലാകാലങ്ങളിലായി വിശ്വസിച്ചു പോരുന്ന ആളുകൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി കേൾക്കുവാനും കാണുവാനും നമുക്ക് അറപ്പ് തോന്നുന്ന പദപ്രയോഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരുകയാണ്. ഉള്ളതാകാം, ഇല്ലാത്തതുമാകാം. അതിന് ഒരു നിലവാരവുമില്ലാത്ത കാര്യങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ പ്രചരിപ്പിക്കുകയും പറയുകയും ഒക്കെയാണ്. പക്ഷെ അത് ഒരു വശത്ത് നിൽക്കുകയാണ്. പക്ഷെ അതിലൊന്നും ബന്ധപ്പെടാത്ത സമൂഹത്തിന്റെ ഒരു പാർശ്വഭാഗമായി നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തിന്മകളൊക്കെ കേൾക്കുവാനും അല്ലെങ്കിൽ കാണുവാനും വായിക്കുവാനും നിർബന്ധിതരായി മാറുന്ന ഏറ്റവും ദയനീയമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. കേൾക്കണ്ട എന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ കേൾക്കാൻ പലപ്പോഴും നിർബന്ധിതരാകുകയാണ്. കാരണം നമ്മളും ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നവരാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ ഒരു വിശ്വാസി എന്ന നിലയിൽ ഈ പറയുന്ന തെറ്റുകളും തിന്മകളും അരുതായ്മകളും ഒക്കെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ
പ്രചരിപ്പിക്കുകയും ചെയ്യുകയും പരസ്യപ്പെടുത്തുകയുമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മതപരമായ ഒരു ബാധ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനും നമ്മുടെ ധാർമ്മിക നിലവാരവും സംരക്ഷിച്ച് നമ്മൾ അതിന്റെ ആളുകളായി അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പ്രചാരകരായി മാറാതെ നമ്മുടെ പരലോകം സുരക്ഷിതമാക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത. ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആൻ തെറ്റുകളോടും തിന്മകളോടും പാപങ്ങളോടും മോശമായ പ്രവൃത്തികളോടുള്ള ഖുർആന്റെ സമീപനം എന്താണെന്ന് അറിയുക. ഖുർആന്റെ ശൈലി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഖുർആന്റെ പ്രയോഗം എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായിട്ടാണ് ഖുർആൻ അത്ര കാര്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ തിന്മകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ തിന്മകൾ ചെയ്യരുത് എന്ന് പറയുന്നതിന് അപ്പുറമായിട്ട് നിങ്ങൾ തിന്മകളോട് അടുക്കരുത് എന്നാണ് ഖുർആന്റെ കൽപ്പന. വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും എടുത്തു ഉദ്ധരിച്ച ഒരു ആയത്തുണ്ട്, സൂറത്തു ബഖറയിലും ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. വലാ തഖ്റബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബത്തൻ. പ്രത്യക്ഷമായതാകട്ടെ അല്ലെങ്കിൽ പരോക്ഷമായതാകട്ടെ ഒരു മോശമായ കാര്യത്തോടും നിങ്ങൾ സമീപിക്കരുത് എന്നാണ്, അടുക്കരുത് എന്നാണ്. എല്ലാ തരം തിന്മകളോടും എല്ലാ തരം മ്ലേച്ഛമായ പ്രവർത്തനങ്ങളോടും സംസാരങ്ങളോടും വിശ്വാസ സമൂഹം ഒരു അകലം പാലിക്കണമെന്നാണ്. ഖുർആൻ സൂറത്തു ഇസ്രായേൽ വൻ പാപങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ വ്യഭിചാരത്തെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ നടത്തിയത് വലാ തഖ്റബു സിന എന്നാണ്. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആന്റെ പ്രയോഗം, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ വലിയ തിന്മയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിന്റെ അയൽപക്കത്ത് പോലും നിങ്ങൾ വന്നുകൂടാ എന്നതാണ് ഖുർആൻ പറഞ്ഞത്. എന്തിനാ ചോദിച്ചാൽ മനുഷ്യനാണ്, അവന് സൃഷ്ടിപരമായ ചില ചാബല്യങ്ങളുണ്ടാവും. പല ആളുകളും തെറ്റിലേക്കൊക്കെ ചെന്നുപെടാൻ കാരണം എന്താണ്? സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങൾ കൊണ്ടാണ്. സാഹചര്യങ്ങൾ ഒത്തുകിട്ടുക, അല്ലെങ്കിൽ ചിലർ സമ്മർദ്ദരായി മാറുക, അവസരങ്ങൾ ലഭിക്കുക. അപ്പൊ സ്വാഭാവികമായി നമ്മുടെ ജന്മശത്രു നമ്മുടെ കൂടെയുള്ള പിശാച് സ്വാഭാവികമായി നമ്മളെ പ്രേരിപ്പിക്കും. മനുഷ്യൻ ദുർബലനാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞ സംഗതിയാണ്. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂഇ. മനുഷ്യ മനസ്സ് എപ്പോഴും തെറ്റുകൾ ചെയ്യാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് മനുഷ്യന്റെ ദൗർബല്യമാണ്. തെറ്റുകൾ ചെയ്യാനും ചെയ്യാതിരിക്കുവാനും നന്മകൾ ചെയ്യാനുമുള്ള രൂപത്തിലാണ് മനുഷ്യ മനസ്സുകളുടെ സംവിധാനം. ആ നിലക്ക് മനുഷ്യന്റെ മനസ്സ് തെറ്റുകളെ പ്രേരിപ്പിക്കും, പ്രേരണ നൽകും എന്നതുകൊണ്ടാണ് ഖുർആൻ നിങ്ങളെ തെറ്റുകളുടെ ഒരു അകലം പാലിക്കണം എന്ന് ഖുർആൻ ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്രയോ കാര്യങ്ങളുണ്ടല്ലോ. ഒരു അന്യ സ്ത്രീയും പുരുഷനും ഒരു സ്ഥലത്ത് തനിച്ചാകരുത് എന്ന് പറഞ്ഞു. ഒരു അന്യ സ്ത്രീയും പുരുഷനും ഒരു സ്ഥലത്ത് തനിച്ചായ എന്ത് സംഭവം ചോദിക്കും? ആകാശം ഇടിഞ്ഞു വീഴുന്നൊക്കെ ചോദിക്കും. പക്ഷെ അതിന്റെ അപകടം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി പൈശാചികമായ സ്വാധീനം മനുഷ്യരിൽ വന്ന് ഒരു പക്ഷെ തെറ്റിലേക്ക് പോകാൻ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇസ്ലാം ആദ്യമായി ചെയ്ത ഈ കുറ്റങ്ങൾക്കുള്ള ശിക്ഷകൾ നടപ്പിലാക്കലല്ല, എല്ലാ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. തെറ്റുകൾക്ക് പോകാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കി മനുഷ്യനെ ബോധവൽക്കരിക്കുകയും അവന് വിശ്വാസപരമായ പരലോക ചിന്തകൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് ഈ പറഞ്ഞ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചത്. അപ്പോൾ ഏത് കാര്യത്തോടും നമ്മൾ എന്ത് ചെയ്യണം? അകലം പാലിച്ച് നിൽക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതി. രണ്ടാമത് ഖുർആൻ പറഞ്ഞ അതാണ് ഏറ്റവും വളരെ ഗൗരവപ്പെട്ടത്. മനുഷ്യനാണ് ചിലപ്പോൾ അങ്ങനെ മാനുഷികമായ ചാബല്യങ്ങളുടെ പേരിൽ, ദൗർബല്യത്തിന്റെ പേരിൽ തെറ്റുകൾ, എല്ലാവരും നമ്മളൊന്നും മലക്കുകളല്ലല്ലോ. പക്ഷെ ആ തെറ്റുകൾ വന്ന ഖുർആൻ പറയാൻ രണ്ട് പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. ഒന്ന്, മനുഷ്യന്റെ ജീവിതം സംഭവിച്ച ഒരു തെറ്റുകളും ഒരു തിന്മയും ഒരു കാരണവശാലും നിങ്ങൾ പരസ്യപ്പെടുത്തരുത് എന്നാണ്. അത് രണ്ട് വിവക്ഷ. ഒന്ന്, പരസ്യമായി തിന്മ ചെയ്യുന്നത് അതിഗുരുതരമാണെന്നാണ്. അതിന്റെ അർത്ഥം രഹസ്യമായി ചെയ്യാന്നല്ല. രഹസ്യമായി മനുഷ്യന്റെ പക്കൽ വന്നു പോയേക്കാം. പക്ഷെ അതിനേക്കാൾ ഗൗരവമായി കാണുന്നത് പരസ്യമായി ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതോ, അവനവന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും സംഭവിച്ചൊരു കാര്യങ്ങൾ അത് പരസ്യപ്പെടുത്തുക, അതിനെ പ്രചരിപ്പിക്കാം. അത് സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാക്കുന്ന വലിയ അപകടങ്ങൾ, അതിന് അനന്തര ഫലങ്ങളൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും സമൂഹം എന്നുള്ളതാണ്. അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്തിൽ ഖുർആൻ പറഞ്ഞത്, ലാ യുഹിബ്ബുല്ലാഹു ജഹറ ബിസ്സൂഇ. തിന്മകൾ പ്രചരിപ്പിക്കുന്നത്, പരസ്യമാക്കുന്നത് അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സംഗതിയാണെന്നാണ്. തിന്മകൾ പരസ്യപ്പെടുത്തുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത സംഗതിയാണ്. ഇല്ലാ മൻ ഉലിമ.
അക്രമത്തിന് ഇരയായ ആളുകൾ, അതിന്റെ അർത്ഥം ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമത്തിന് ഇരയായാൽ അത് ബോധ്യപ്പെടുത്തേണ്ട സ്ഥലത്ത് അയാൾക്ക് ഞാൻ ഇന്ന രൂപത്തിൽ ആക്രമിക്കപ്പെട്ടും ഞാൻ ഒരു ഇരയായി എന്ന് പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. അത് കേന്ദ്രങ്ങളിലാണ്. അതല്ലാതെ ഞാൻ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടു, ഞാൻ ഇരയായി എന്ന് നാട്ടിലെ എല്ലാ സംവിധാനങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞ് പരസ്യപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു സ്വയം ഇരയായി ബിംബവൽക്കരിക്കേണ്ട ഒരു സംഗതി ആയിട്ടല്ല. അത് അള്ളാഹിന് ഇഷ്ടമില്ലാത്തൊരു സംഗതിയായിട്ടാണ് ഖുർആൻ വളരെ ഗൗരവത്തോട് കൂടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞൊരു വാചകം നിങ്ങൾ സാധിച്ചു, കുല്ലു ഉമ്മത്തി മുആഫ ഇല്ല മുജാഹിദീൻ. എന്റെ ഉമ്മത്തിലെ എല്ലാ ആളുകൾക്കും അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള മഗ്ഫിറത്ത് കിട്ടാൻ ചാൻസ് ഉള്ളവരാണ്. വന്നുപോയ തെറ്റുകൾക്ക് ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഏറ്റു പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വിട്ടുവീഴ്ചയും മാപ്പും ലഭിക്കാൻ സാധ്യതയുള്ളവരാണ്. എന്ത് പറഞ്ഞു? ഇല്ലൽ മുജാഹിദീൻ, പരസ്യപ്പെടുത്തിയവരൊഴികെ എന്നാണ്. അപ്പൊ തെറ്റുകൾ വന്നിട്ട് ആ തെറ്റ് പരസ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ തെറ്റുകൾ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്താൽ അവർക്ക് ഈ പറഞ്ഞ ആനുകൂല്യം, ഏത് ആനുകൂല്യമില്ല? അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വിട്ടുവീഴ്ചയുടെ ആനുകൂല്യമില്ല. അപ്പൊ സഹാബ് ചോദിച്ചു, നബിയെ ഇത് എന്താണ് തെറ്റുകൾ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? അപ്പൊ നബി വിശദീകരിക്കുകയാണ്, ഒരാൾ രാത്രിയിൽ അയാൾ പൈശാചികമായി സ്വാധീനത്താൽ അല്ലെങ്കിൽ സാഹചര്യ സമ്മർദ്ദം മൂലം ഒരു തെറ്റ് ചെയ്തു പോയി, വന്നുപോയി. ആ തെറ്റ് അയാളും അയാളുടെ റബ്ബും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ആ തെറ്റ് അള്ളാഹും അയാളെ മൂടി വച്ചിരിക്കണം. പക്ഷെ നേരം പുലർന്നപ്പോൾ അത് അയാൾ വലിയ ഒരു സാഹസിക തന്റെ പ്രവർത്തനം എന്ന രൂപം മറ്റൊരാൾ പറഞ്ഞു, ഞാൻ എനിക്ക് ഇന്നൊരു അവസരം കിട്ടി, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് മറ്റൊരാളോടും പറയുക. അങ്ങനെ പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വിട്ടുവീഴ്ചയ്ക്കുള്ള അവസരം മാപ്പി ഇല്ല എന്നർത്ഥം. എന്തുകൊണ്ടാണ്? അത് സംഭവിച്ചു പോയി. പക്ഷെ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് എന്തോ അത് മറ്റൊരാളും അറിയാതെ അള്ളാഹ് തന്നെ മറച്ചുപിടിച്ച സംഗതിയാണ്. അള്ളാഹ് മറച്ചുപിടിച്ച സംഗതി നമ്മളായിട്ട് പ്രചരിപ്പിച്ചാൽ, പരസ്യപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം പോലും നമുക്ക് നഷ്ടപ്പെടുകയാണെന്നർത്ഥം. ഇത് ഏത് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെന്നർത്ഥം. നമ്മളൊക്കെ ഒരു പക്ഷേ നമ്മളൊന്നും തെറ്റ് ചെയ്യുന്നുണ്ടാവൂല, നമ്മൾ ഈ പറഞ്ഞ ഒരു തിന്മയിലേക്കും പോകുന്നുണ്ടാവൂല. പക്ഷേ നമ്മൾ പ്രചരിപ്പിക്കുന്ന രംഗത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രചാരകരായി മാറുന്ന രംഗത്തേക്ക് നമ്മളൊക്കെ അറിയാതെ ചെന്ന് പെടുകയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, എന്നും അതിനോടൊരു അകലം പാലിക്കുക ചെയ്യുമെന്നും ഞാനായിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തിന്മയുടെ പ്രചാരകരായി ഞാൻ മാറുകയില്ല എന്ന് നമ്മൾ വളരെ സൂക്ഷ്മമായി, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതോ നഷ്ടപ്പെടാനുള്ള നമ്മുടെ ദീനും നമ്മുടെ പരലോകമാണ് എന്ന് നമ്മൾ ബോധ്യത്തോടു കൂടി ഖുർആൻ പറഞ്ഞത് അത് വലിയ ദൈവീകമായ ശിക്ഷയ്ക്ക് പോലും അർഹരായി മാറുക. ഏത്? തെറ്റുകൾ പരസ്യപ്പെടുത്തുക, തെറ്റുകൾ പ്രചരിപ്പിക്കുക, മോശമായ കാര്യങ്ങളൊക്കെ. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷത്തു ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമു ഫിദ്ദുനിയ വൽ ആഖിറ. സത്യവിശ്വാസികൾക്കിടയിൽ അല്ലെങ്കിൽ ധാർമ്മിക നിലവാരത്തോടു കൂടി ജീവിക്കുന്ന സമൂഹത്തിനിടയിൽ മ്ലേച്ഛമായ അല്ലെങ്കിൽ കുറ്റകരമായ അധാർമികമായ പ്രവർത്തനങ്ങളൊക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളത് ലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഫിദ്ദുനിയ വൽ ആഖിറ, ഇവിടെയും കിട്ടും പരലോകത്തും കിട്ടും എന്നർത്ഥം. അപ്പൊ നമ്മളൊക്കെ ഒരു പക്ഷേ ഇവിടെ ഇഹലോകത്ത് വെച്ച് ഈ ദൈവികമായ ഏതെങ്കിലും ശിക്ഷാ നടപടികൾക്ക് വിധേയരായി പോകും. ഏതിന്റെ പേരിലാണ്? നമ്മൾ തെറ്റ് ചെയ്തിട്ടാണോ? അല്ല. ഒരു പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഈ തെറ്റായ കാര്യങ്ങൾ, സംസാരങ്ങൾ, വാർത്തകൾ, സംഭവങ്ങളൊക്കെ നമ്മൾ അതിന്റെ പ്രചാരകരായി, ഖുർആൻ പറഞ്ഞത് ഇവർ പരസ്യപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നതിന്റെ പേരിലാണ് അവർക്ക് ഇഹലോകത്ത് പരലോകത്ത് ശിക്ഷയ്ക്ക് അർഹരായി മാറിയെന്നാണ് ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എന്ത് സംഗതി കാണണം? ഈ പറഞ്ഞ ഒരു തിന്മകളും അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങളൊന്നും, അധാർമികമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേൾക്കാൻ ഒരു പക്ഷെ നിർബന്ധിത ഇന്നത്തെ വാർത്താ സംവിധാനങ്ങൾ, ഇന്ന് അതിന് അവസരങ്ങളുണ്ട്. ഇപ്പൊ പണ്ടൊന്നില്ലാത്ത, പണ്ടൊക്കെ ഈ തിന്മകളൊക്കെ നടക്കുന്നുണ്ടാകാം, പക്ഷെ അന്നൊന്നും ഈ പറഞ്ഞത് പരസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടായില്ല. ഇന്ന് അതല്ല. ഇന്ന് നമ്മുടെ ആധുനിക സംവിധാനം അവസരം കൊടുക്കുകയാണ്. അപ്പൊ ഈ ചാനൽ ചർച്ചയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, പലപ്പോഴും കാണാതിരിക്കുകയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരാൾക്ക് മറ്റൊരാളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ
അത് പരമാവധി അയാളുടെ ഉള്ളിലുള്ള എത്ര മാരകമായ വിഷയമുണ്ടോ എന്തെല്ലാം പറയാം അത് പറയാൻ തുറന്ന് മുമ്പിൽ വെച്ച് പറയാനുള്ള അവസരം കൊടുക്കുകയാണ്. മുമ്പ് ഇത് പറയാനുള്ള അവസരമില്ല. അതുകൊണ്ടാണ് ഇതിന്റെ പ്രചാരണം മുമ്പൊക്കെ കുറവാണ്. ഇന്ന് എനിക്ക് ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള മുഴുവൻ പോയിന്റ് ശരിയാകട്ടെ തെറ്റാകട്ടെ പറയാൻ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ തുറന്നു വച്ചിരിക്കുകയാണ്. അതിൽ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കാത്തർത്ഥം. അതുകൊണ്ട് എന്തും പറയാം, ആരെ കുറിച്ചും പറയാം. പിന്നീടാണ് അതിന് പിന്നാലെ ആളുകൾ പോകുള്ളൂ. അവസാനമാണ് ഇതൊന്നും ശരിയല്ലെന്നും ഇതൊന്നും വാസ്തവിരുദ്ധമായ കാര്യം പിന്നീട് ബോധ്യപ്പെട്ട അന്നേരം കയറിച്ചിട്ട് എന്താ കാര്യം? എല്ലാ തെറ്റുകളൊക്കെ നമ്മുടെ കയ്യിൽ വന്നുകൂടും. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു ഹെഡ് മാസ്റ്റർ, ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ അയാളുടെ അനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി. സ്കൂളിൽ എന്നും അസംബ്ലി സമയത്ത് വാർത്ത വായിക്കും, പത്രവാർത്തകൾ. അപ്പോൾ ഈ ഹെഡ് മാസ്റ്റർ അല്പം സൂക്ഷ്മതയുള്ള അയാൾ എന്നും കൊണ്ടുവരുന്ന വാർത്ത അയാൾ വായിച്ചു നോക്കിയിട്ടാണ് കുട്ടികളോട് വായിപ്പിക്കാൻ. ഒരു ദിവസം എന്ന കുട്ടി കൊണ്ടുവന്ന വാർത്തകളൊക്കെ എന്താ? കൊലപാതകം, അയാൾ കൊന്നു, ഇയാളെ കൊന്നു, പിന്നെ ഇയാൾ പീഡനത്തിന് ഇരയായി, അവിടുത്തെ ബലാത്സംഗം, ഇങ്ങനെയൊക്കെ കുറെ വാർത്തകളാണ്. അപ്പൊ അയാൾ അന്ന് വായിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി വീട്ടിൽ പോയിട്ട് രക്ഷിതാക്കളോട് പറഞ്ഞു, ഞാനായിരുന്നു ഇന്ന് വാർത്ത വായി, പക്ഷെ എന്നെ ഹെഡ് മാസ്റ്റർ സമ്മതിച്ചില്ല എന്ന് സങ്കടത്തോടു കൂടി പറഞ്ഞു. അപ്പൊ ഈ പേരൻസിന് വലിയ പ്രയാസമായി, കാരണം കുട്ടിയുടെ ഒരു അവസരം നിഷേധിച്ചല്ലോ. അങ്ങനെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഹെഡ് മാസ്റ്റർ കാണിച്ചു, ഇതാണ് വാർത്ത, ഇത് ഒരു കുട്ടിയുടെ മുമ്പിൽ വായിക്കാൻ പറ്റുമോ? പറ്റൂല. കുട്ടി തെറ്റുകാരനല്ല, കുട്ടി പത്രത്തിൽ വന്ന വലിയ വാർത്ത ഹെഡ്ലൈൻ ഏതാണ് അത് കുട്ടി എഴുതി വെച്ച് വായിച്ചു. കാരണം അതാണ് വായിക്കാൻ, അതാണ് പ്രചരിപ്പിക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ ഞാൻ പറയുന്നത് അത് വായിക്കാൻ നമ്മൾ നിർബന്ധിതരാകുകയാണ്. അതുകൊണ്ട് പരമാവധി അത്ര ഘട്ടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിന്നാൽ നമ്മുടെ ദീനൊക്കെ സംരക്ഷിക്കാൻ ഒരു വലിയ കാരണമാകും എന്നതുകൊണ്ടാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ പരിചയപ്പെടുത്തിയപ്പോൾ ഈ തിന്മകളോടും ഈ അധാർമികമായ പ്രവർത്തനങ്ങളും മാത്രമേ വിശ്വാസികൾ നിലപാടെന്ന ദ്രവം. ഇന്നൽ മുഅ്മിൻ യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹത ജബലി. ഒരു വിശ്വാസി തിന്മകളെ കാണുക ഉരുണ്ടു വീഴാറായിരിക്കുന്ന ഒരു പർവ്വതത്തിന്റെ അടിയിൽ ഇരിക്കുന്ന മനുഷ്യൻ എത്ര അസ്വസ്ഥനാണോ അങ്ങനെയായിരിക്കുന്നത്. നോക്ക് എങ്ങനെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. ഈ തിന്മകൾ പരസ്യപ്പെടുത്തുമ്പോൾ ഇത് ജനങ്ങളുടെ മുമ്പിൽ നോർമലൈസ് ചെയ്യും. കാരണം ഇത് കാണുകയാണ്. അപ്പൊ ഒരാൾ ചെയ്യുമ്പോൾ മറ്റൊരാൾ ചെയ്യാൻ പ്രചോദനമായി മാറും. മുമ്പ് ഈ പറഞ്ഞതുപോലെ ഒരു പ്രചാരണം ഇല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് അത്ര പോകുകയില്ല, ഒരു ഭയമുണ്ട്. ഇന്നും ഭയം നീങ്ങിപ്പോയി, എല്ലാ കാര്യവും നിസ്സാരവൽക്കരിച്ചു. എന്നാൽ വിശ്വാസം അങ്ങനെയല്ല. ഇത് ഗൗരവത്തോടു കൂടി കണ്ടില്ലെങ്കിൽ ഒരു വലിയ ഒരു താഴേക്ക് വീഴാറിരിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ മുകളിലേക്ക് വീഴാനിരിക്കുന്ന ഒരു പാറക്കല്ലിന്റെ അടിയിൽ എത്ര ഭയത്തോടും സൂക്ഷ്മതയോടും ജാഗ്രതയോടും അസ്വസ്ഥനായിട്ടാണ് ഒരു മനുഷ്യൻ ഇരിക്കാം. അങ്ങനെയായിരിക്കും വിശ്വാസി തെറ്റുകളെ കാണാനർത്ഥം. അതാണ് തെറ്റുകളോടുള്ള സമീപനങ്ങളാണ് പലപ്പോഴും തെറ്റുകൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതല്ല നമ്മളൊക്കെ മനഃപൂർവ്വം തെറ്റ് ചെയ്തിട്ട് നരകത്തിലേക്ക് പോകണം എന്ന ആഗ്രഹത്തിലല്ലല്ലോ. ഈ സമീപനം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലെങ്കിൽ പലപ്പോഴും ഈ തെറ്റുകളിലേക്ക് നമ്മൾ ചെന്ന് പെടുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തെറ്റുകൾക്ക് എപ്പോഴും ഒരു സമദൂരം പാലിച്ചുകൊണ്ട് അതൊരു ഗൗരവമായി കണ്ടിട്ട് ഒന്നിനെ നിസ്സാരമായി കാണാതെ നമ്മൾ വളരെ ഗൗരവത്തിൽ കണ്ടാൽ നമുക്ക് വിട്ടു നിൽക്കാൻ സാധിക്കുന്നർത്ഥം. പിന്നെ സമൂഹത്തിലുള്ള അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ചില പ്രവചനങ്ങളുണ്ട്. അത് നമ്മൾ ഇന്ന് പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ആ സമൂഹത്തിന്റെ അവസ്ഥ അങ്ങനെയായി മാറുന്ന ലൻ തദ്ഹരിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഖത്ത്. ഏതെങ്കിലും ഒരു സമൂഹത്തിൽ, ഒരു ജനതയിൽ, ഒരു നാട്ടിൽ തിന്മകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുക, ഒരു നിയന്ത്രണവുമില്ലാതെ പരസ്യമായി ചെയ്യുക, പരസ്യമായി പ്രചരിപ്പിക്കുക, ഒരു നിയന്ത്രണവുമില്ല, നിയമങ്ങളില്ല, ആർക്കും എന്തും എവിടെയും എങ്ങനെയും ചെയ്യാം. അങ്ങനെ തിന്മകൾ ഇങ്ങനെ പ്രചരിക്കുകയാണെങ്കിൽ ഹത്താ യുഅ്ലിനു, തിന്മകൾ പരസ്യമാകാൻ തുടങ്ങി. ഇല്ലാ ഫശാ ഫീഹിമു താഗൂത്ത് വൽ ഔജാഉ അല്ലതി ലം തകുൻ മദത് മിൻ അസ്ലാഫിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് കഠിനമായ പകർച്ചവ്യാധികൾ പോലെയുള്ള രോഗങ്ങൾ ഇറക്കി അവരെ പരീക്ഷിക്കും. മുൻ സമൂഹങ്ങൾ നേരിടാത്ത, കാണാത്ത പകർച്ചവ്യാധികളാണ്. നോക്കൂ, ഇതൊരു കാരണമാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏതെല്ലാം ദുരിതങ്ങളുണ്ടോ അതൊക്കെ മനുഷ്യന്റെ അധാർമിക ജീവിതത്തിന് അനന്തര ഫലങ്ങളായിട്ട് കണ്ടാൽ മതി. നമ്മൾ അനുഭവിക്കുന്ന എന്ത് ദുരന്തമായാലും ശരി, സാമൂഹികമായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും, ഖുർആൻ പറയുന്നത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ അധാർമിക അനന്തര ഫലം, ബാക്കി പത്രാണ് അതൊക്കെ. നിങ്ങൾ വിളിച്ചു വരുത്തിയതാണ്, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് വാങ്ങിയെടുത്തതാണ്.
അതുകൊണ്ട് മനുഷ്യന്റെ വഴിവിട്ട ജീവിതം പലപ്പോഴും ഈ പറഞ്ഞ ദൈവികമായ ശിക്ഷകൾക്കും കോപങ്ങൾക്കും കാരണമായി മാറും എന്നാണ്. എത്ര അസുഖങ്ങളാണ്, ഓരോ പേര് പുതിയ പുതിയ പകർച്ചവ്യാധികളൊക്കെ വന്ന മനുഷ്യനെ ഒരു നിയന്ത്രണമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാരണം എന്താണ്? ഈ തിന്മകൾ, കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ പ്രചരിക്കുക എന്നുള്ളതാണ്. സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ. വീട്ടിൽ നിന്ന് പുറത്തു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നത് ആകപ്പാടെ ഭയവിഹ്വലനായിട്ടാണ്. നബിയുടെ മുഖത്ത് വലിയ ഭയം ഇങ്ങനെ കാണുന്നു. അപ്പോൾ സൈനബ റളിയല്ലാഹു അൻഹ, നബി എന്താണ് അത്ര മുഖത്തൊരു ഭയം പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഈ സമൂഹത്തിലേക്ക് വരാനിരിക്കുന്ന ഫിത്നകൾ എനിക്ക് കാണിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഈ സൈനബ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അനുഹ്ലികു വഫീനാ സ്വാലിഹൂൻ, നബിയെ ഞങ്ങളിൽ നല്ല നല്ല ആൾക്കാരൊക്കെ ജീവിച്ചിരിക്കെ അള്ളാഹു ഞങ്ങളെ നശിപ്പിക്കുമോ എന്നാണ്. നല്ല ആൾക്കാരുണ്ട്, പള്ളി മദ്രസ അധ്യാപകത്തൊക്കെ ഉണ്ട്, നിസ്കാര നോമ്പൊക്കെ ഉണ്ട്, അങ്ങനെ നല്ല നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ അള്ളാഹു ഞങ്ങളെ നശിപ്പിക്കോ? നബി ഒരു നഅം, നശിപ്പിക്കാം. ഇതാ കസുറൽ ഖബുസ്, തിന്മകൾ സമൂഹത്തിൽ പ്രചരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ സമൂഹത്തിലേക്ക് ശിക്ഷ ഇറക്കുക എന്നുള്ളതാണ്. അപ്പൊ തിന്മകളുടെ വ്യാപനം ദൈവികമായ ശിക്ഷകളെ വിളിച്ചു വരുത്തുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പൂർവികരമായ സമൂഹത്തിൽ അള്ളാഹ് സൃഷ്ടിച്ചത് അവരിൽ എല്ലാവരും മോശക്കാരായിട്ടാണോ? അവര് നല്ല നല്ല മനുഷ്യരായിരുന്നില്ല പ്രവാചകന്മാർ, വിശ്വാസരുണ്ടായില്ലേ? ഇത് അവരെ രക്ഷപ്പെടുത്തിയിട്ടല്ലേ നശിപ്പിച്ചത്. അപ്പൊ സമൂഹത്തില് നല്ല ആൾക്കാരുണ്ടെന്ന് വിചാരിച്ച കുറെയൊക്കെ സുരക്ഷിതത്വം കിട്ടും. പക്ഷെ ആ പരിധി വിട്ട് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ അവർ നല്ലവരുണ്ടെന്നോ നല്ല നല്ല ആൾക്കാരുണ്ടെന്നോ ഒന്നും നോക്കൂല. ശിക്ഷ വരുമ്പോൾ ഖുർആൻ പറഞ്ഞില്ലേ, ശിക്ഷ വരുമ്പോൾ മൊത്തത്തിലായിരിക്കും വരാൻ. പിടിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചു പിടിക്കും. വിശ്വാസികൾക്ക് അതിൻ്റെതായ ഗുണവും നേട്ടവും പരലോകത്ത് കിട്ടുന്നല്ലാതെ ഇഹലോകത്ത് അവരെ മാത്രമായി ശിക്ഷിക്കല് വളരെ കുറവായിരിക്കുമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അപ്പൊ ദൈവികമായ പല ശിക്ഷയ്ക്ക് പോലും സമൂഹം ഇരയായി മാറാൻ കാരണം എന്താണെന്നോ? തിന്മകളും കുറ്റകൃത്യങ്ങളും മ്ലേച്ഛമായ കാര്യങ്ങളും പ്രവർത്തനങ്ങളും സമൂഹത്തിൽ വ്യാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനെന്തൊരു പരിഹാരമുള്ളത്? നമുക്ക് ചെയ്യാൻ പറ്റിയ പരിഹാരം, രണ്ട് പരിഹാരം ഖുർആൻ. ഒന്ന്, നമ്മൾ വിട്ടു നിൽക്കാൻ. നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മളായിട്ട് ഒരു തിന്മകളെയും പ്രചാരകരും വക്താക്കളും പ്രയോക്താക്കളും പരസ്യക്കാരായി മാറാതിരിക്കുക. പിന്നെയോ ഖുർആൻ പറഞ്ഞു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ എപ്പോഴും കുറച്ച് ആളുകൾ ഈ തിന്മകൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം. ഇത് പാടില്ല, അരുത്, ചെയ്യല്ല എന്ന് പറയാൻ ഒരു സമൂഹം നിങ്ങളിൽ ഉണ്ടാകണം. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് പറയാൻ പേടിയാണ് നമുക്ക്. കാരണം നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം അങ്ങനെയായി പോയി. ഒരു തെറ്റ് കണ്ടാൽ പ്രതികരണ ശേഷി പോലും നമുക്ക് നഷ്ടപ്പെടുകയാണ്. പറയാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മളൊക്കെ മൗനം അവലംബിക്കുകയാണ്. അപ്പൊ ഖുർആൻ പറയാം, നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കുന്നു അറിയാം? ഖുർആൻ അടുത്തൊരു സംഗതി പറയുന്നുണ്ട്. പൂർവിക സമൂഹങ്ങൾ എങ്ങനെ നശിപ്പിക്കപ്പെട്ടത് നിങ്ങൾക്കറിയാമോ? അത് ഖുർആൻ പറയുന്നുണ്ട്. വകാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു. അവരിൽ തിന്മകൾ കാണുമ്പോൾ അവരിൽ ഒരാൾ പോലും ആ തിന്മകൾക്കെതിരെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിരുന്നില്ല എന്നർത്ഥം. ഞാൻ ചെയ്യുന്നില്ലല്ലോ, എൻ്റെ കുടുംബത്തിലില്ലല്ലോ, ഞാൻ അതിൻ്റെ ആളല്ലല്ലോ എന്നാണ് എല്ലാവരും സ്വന്തം കാര്യം നോക്കിയപ്പോൾ ഒരാൾ പോലും അതിനെതിരെ പറയാൻ ഉണ്ടായില്ല. അങ്ങനെ വന്നപ്പോൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹ് തന്നെ ആ സമൂഹത്തിലേക്ക് ഇടപെടുകയാണർത്ഥം. അപ്പൊ നമുക്ക് കഴിയാൻ പറ്റുന്ന മേഖലകളിൽ നമുക്ക് അനുവദിക്കപ്പെട്ട സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് സമൂഹത്തിലെ തിന്മകൾക്കെതിരെ നമ്മളാണ് അത് ശബ്ദിക്കേണ്ട ആൾക്കാർ. അതിന് സംവിധാനങ്ങളുണ്ട്, മാർഗങ്ങളുണ്ട്. ആരോഗ്യപരമായ മാർഗങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് തിന്മകൾക്കെതിരെ മൗനം അവലംബിച്ചാൽ ആ തിന്മകളെ സപ്പോർട്ട് ചെയ്യുന്നത് തുല്യമാണ്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നത് പോലെ രംഗത്ത് സജീവമായി പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷണമൊത്ത ഒരു മാതൃകാ സമൂഹമായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി
അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന കാലമാകുമ്പോഴും സംഭവിക്കുന്ന ചില അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നീ പറഞ്ഞത് പണ്ഡിതന്മാരുടെ വിയോഗം എന്നാണ്. നല്ല നല്ല അറിവും പ്രാപ്തിയും മതത്തിലെ കഥാജ്ഞാനമുള്ള ദീർഘദൃഷ്ടിയുള്ള പക്വതയുള്ള പണ്ഡിതന്മാരുടെ വിയോഗം അത് അന്ത്യനാളിൻ്റെ അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അന്ന് ഇരുത്തം വന്ന പണ്ഡിതന്മാർ അവരുടെയൊക്കെ വിയോഗം എന്ന് പറയുന്ന മുസ്ലിം സമൂഹം ലോകാടിസ്ഥാനത്തിൽ അനുഭവിക്കുന്ന ദുരന്തം എന്ന് പറയുമ്പോൾ അവർക്ക് മുമ്പിൽ നിന്ന് ദീർഘദൃഷ്ടിയോടുകൂടി നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ദിഷ്ണാശാലികളായ പണ്ഡിതന്മാരുടെ വിയോഗം കുറവ് സമൂഹത്തിലുണ്ട്. ഈ അടുത്ത് നമ്മുടെ ഇവിടെ പറഞ്ഞ വലിയ പണ്ഡിതനാണ് സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് റഹിമഹുല്ല. അള്ളാഹു അദ്ദേഹത്തെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ കാരണം അദ്ദേഹം നടത്തിയ ഒരു ദീർഘദൃഷ്ടിയുണ്ട്. ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ ICS രംഗത്ത് വന്നപ്പോൾ ആദ്യം അത് തീവ്രവാദ ചിന്താഗതിയാണെന്നും ഇസ്ലാമിക വിരുദ്ധമാണെന്നും ആദ്യം പറഞ്ഞത് അറഫ പ്രസംഗത്തിൽ ഇബ്രാഹിം ആലു ഷെയ്ഖ്. അന്ന് പലർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം നമുക്ക് പലതിൻ്റെയും ഈ ഫാൻസായി മാറാൻ വെമ്പൽ കൊള്ളു നിൽക്കുന്ന യുവത്വത്തിന് മുമ്പിലാണ് അദ്ദേഹം പറഞ്ഞു ഇത് ഇസ്ലാമിക വിരുദ്ധമാണ്, ഈ ആശയവും ഈ ഇവരുടെ പ്രവർത്തന വിരുദ്ധമാണ്, തീവ്രവാദ ചിന്താഗതിയാണ്, ഇസ്ലാമുമായി ബന്ധമില്ലെന്ന് ആദ്യം ദീർഘദൃഷ്ടിയോടുകൂടി പറഞ്ഞ അദ്ദേഹം ഇത് എവിടെ എത്തിയെന്ന് അറിയിച്ചു. എവിടെ എത്തി? അതാണ് ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാരുടെ കഴിവെന്ന് പറഞ്ഞാൽ. അത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ സമൂഹത്തിൽ മുസ്ലിം അനാഥരായി നമ്മുടെ മുമ്പിൽ നിന്ന് നയിക്കാൻ ഒരാൾ വേണ്ടത്. അപ്പൊ അതൊക്കെ നമുക്കൊരു സൂചനയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് രോഗികളായി ആശുപത്രിയിലും വീടുകളിലുമായി കഴിഞ്ഞുകൂടുന്ന ഒട്ടേറെ സഹോദരി സഹോദരന്മാർ ശാരീരികവും മാനസികമായി പ്രയാസം അനുഭവിക്കുന്നത്, സാമ്പത്തികമായി ദുരിതം അനുഭവിക്കുന്നവർ, അവർക്കെല്ലാവർക്കും അല്ലാഹു പൂർണ്ണ ശിഫയും ആശ്വാസവും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിലെ ഗസയിലെ നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹു അവർക്ക് എല്ലാ തരത്തിലുള്ള മോചനവും രക്ഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി ഇസ്ലാമിനും മുസ്ലിം അല്ലാഹു ഇസ്സത്തും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك.